ഹായ് ഓൾ. അപ്പോൾ ഇന്നിതാ മൈസൂരിനോട് നമ്മൾ ബൈ ബൈ പറയുന്ന ലാസ്റ്റത്തെ വീഡിയോ ആയിരിക്കട്ടെ ഇത്. ഏടെങ്കിലും വന്നാൽ പിന്നെ മാക്സിമം മുതലാക്കിയിട്ടേ പോയിക്കോളൂ എന്നുള്ളതാണ് നമ്മളെ കണക്ക്. അതുകൊണ്ട് തന്നെ ഏടെയും പോകാൻ വിട്ടിട്ടില്ല, എല്ലായിടത്തും കവറാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് പോകുമ്പോൾ നല്ല വിഷമമുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെയാണ്, ഏടെങ്കിലും പോയിട്ട് കുറച്ച് ദിവസം നിന്നെങ്കിലും പിന്നെ ആടെ ഓർത്തിട്ട് ഭയങ്കര ബേജാറാണ്. പിന്നെ എല്ലായിടത്തും പോയിട്ട് നമുക്ക് സ്ഥിരമായിട്ട് നിൽക്കാൻ കഴിയില്ലല്ലോ. തീർച്ചയായും ചെയ്താ ഇവിടെ മക്കളെ കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒരാളെടുത്തെങ്കിൽ മറ്റാക്കും അങ്ങനെ ആക്കണം കേട്ടോ. രണ്ടാളും ഭയങ്കര വാശിക്കാരാണ്. ഞാൻ എപ്പോഴും പറയൂട്ടാ, എൻ്റെ മക്കളെ കഴിഞ്ഞിട്ട് വാശി പിടിക്കാൻ വേറെ ആരെങ്കിലും കാണുമെന്ന്. പിന്നെ ഇതാ മക്കൾക്ക് ഇങ്ങനെ കുറച്ച് കളിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിക്കാൻ കയറിയിട്ടുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് ഇപ്പം ഓർമ്മയില്ല കേട്ടാ. കുറച്ച് ദിവസമായി വീഡിയോയെല്ലാം എടുത്തിട്ട് വെച്ചിട്ട്, അതുകൊണ്ട് എല്ലാത്തിൻ്റെ പേരെല്ലാം മറന്നിട്ടുണ്ട്. ഓരോരിടത്തും നല്ല ഫുഡ് കിട്ടും കേട്ടാ. പിന്നെ ഓരോരിടത്താണെങ്കിൽ അല്ലാ പറയാൻ കഴിയില്ല, അത്രക്ക് മോശമായിരിക്കും ഫുഡെല്ലാം. ഇതാ പിറ്റേ ദിവസം രാവിലെ നമ്മൾ പോവാന്ന് നാട്ടിലേക്ക്. പെട്ടിയും പാണ്ടോലെല്ലാം എടുത്തിട്ട് കാറിലേക്ക് കുത്തി കയറ്റിയിട്ടുണ്ട്. ഇനി നേരെ മൈസൂർ പാലസിലേക്കാണ് പോകുന്നത്. സത്യം പറഞ്ഞാലേ എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടായിന് ഈ പാലസ് കാണുമ്പോൾ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പാലസ് കാണുന്നത്. ഇത് കണ്ടിട്ട് ഞാൻ ഷൈജാനോട് ഇങ്ങനെ പറയുന്നുണ്ടായിന് കേട്ടാ, എന്ത് രസമാണ് ഈ പാലസ് കാണാൻ. ഇതിൻ്റെ ഉള്ളിലെല്ലാം ജീവിച്ചവർക്ക് എന്ത് നല്ല സന്തോഷമെല്ലാം ഉണ്ടായിട്ടുണ്ടാവും അല്ലേന്ന്. ഇത് കണ്ടപാട് എൻ്റെ മനസ്സിലേക്കെല്ലാം ഓടി വന്നത് എന്താണെന്നറിയോ, ഈ പണ്ടത്തെ രാജാക്കന്മാരെല്ലാം ഇങ്ങനെ കാലെല്ലാം കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഭരിക്കുന്നില്ലേ, അതെല്ലാം എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ എല്ലാം കണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം കഴിയുമ്പം നമ്മൾ കയറുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെരുപ്പൊന്നും ഇടാൻ പറ്റൂല, അതുകൊണ്ട് ചെരുപ്പെല്ലാം അയച്ചു വെച്ചിട്ടുണ്ടായിന്. പിന്നെ നേരെ ഇതാ ഒരു ഐസ്ക്രീമും ജ്യൂസും ഇതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാ. ജയാനോടില്ലേ എന്തെങ്കിലും ചോദിച്ചെങ്കിൽ ഓനൊന്നും മിണ്ടിയില്ല. കുറേ സമയം നോക്കിയിട്ട് നിന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞാലേ പറയൂ. ജ്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ലാസ്റ്റ് ഒരു ജ്യൂസിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അവരെന്നെ വിചാരിച്ചിട്ടുണ്ടാവും തേർഡ്നായി വരുന്നത്, എന്തെന്നാണ് ഈ കളിക്കുന്നതെന്നല്ലോ. പിന്നെ നേരെ കാറിലേക്ക് പോവാന്ന്. അടിപൊളി ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് ഒരു ഫോട്ടോ എടുക്കാൻ 100 രൂപയാണ് കേട്ടോ. ഒരു ഫോട്ടോ അല്ല, നമ്മൾ ഗ്രൂപ്പായിട്ട് ഒരു ഫോട്ടോയും പിന്നെ ഫാമിലി ആയിട്ട് 2 ഫോട്ടോയും അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടുണ്ട്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാന്ന്. അപ്പം നല്ല അടിപൊളി ബിരിയാണി ഉണ്ടായിട്ടുണ്ട് അതിന്. അപ്പം കുറേ ദിവസത്തിന് ശേഷമാണ് ഇങ്ങനത്തെ നല്ല അടിപൊളി ബിരിയാണി കിട്ടുന്നത്. അതുകൊണ്ട് നല്ലോണം കഴിച്ചിട്ടുണ്ടായി. കുറേ കാലത്തെ ആഗ്രഹമാണ് ഇങ്ങനെ സൂര്യകാന്തിൻ്റെ നടുവിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കണം എന്ന്. നല്ല അടിപൊളി ഫോട്ടോ എല്ലാം എടുത്ത് പിന്നെ ഒരു സിനിമ എല്ലാം കണ്ടിട്ട് നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ.